നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. സ്വർണമാല സ്ത്രീധനമായി നൽകാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് നൽകിയില്ല. അതിന്റെ പേരിലാണ് ഒരു ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവിന്റെ അമ്മയും അച്ഛനും ചേർന്ന് തീ കൊളുത്തിക്കുന്നത്. ടെലിവിഷൻ രംഗത്തെ പ്രമുഖ കന്നഡ നടിയായിട്ടുള്ള കാവ്യ ഗൗഡ അവരെ 100 പേർക്ക് മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുമെന്നാണ് ഒരു ബന്ധുവിന്റെ ഭീഷണി. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ. ഒരു സീരിയൽ കില്ലറെ ഭയക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമം. കാരണം റോഡരികിൽ കിടന്നുറങ്ങിയ ഒരു യാചകനെ കഴുത്തറക്കുന്ന നിലയിൽ കണ്ടെത്തുന്നതാണ് അവർക്ക് പേടിയുണ്ടാക്കുന്നത്. ഈ വാർത്തകളിലേക്ക് എത്താം. സ്വാഗതം. സ്ത്രീധനമായി സ്വർണമാല നൽകാത്തതിന് കൊടും ക്രൂരത. ഗർഭിണിയെ ഭർത്തൃമാതാപിതാക്കൾ തീ കൊളുത്തിക്കൊന്നു. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനും ശ്രമം. ബീഹാർ, അവിടെ നളന്ദ ജില്ല. ബീഹാറിലെ നളന്ദ ജില്ലയിലെ മെഹത്തർമ ഗ്രാമത്തിലാണ് ഈ സംഭവം. സ്തുതി കുമാരി എന്ന യുവതിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ മരിക്കുന്ന സമയത്ത് സ്തുതി എന്ന പെൺകുട്ടി 2 മാസം ഗർഭിണിയായിരുന്നു. ഇവളുടെ ഭർത്താവിന്റെ പേര് ചിന്തുകുമാർ എന്നാണ്. ഈ ചിന്തുകുമാറിന്റെ മാതാപിതാക്കളാണ് സ്തുതിയെ തീ കൊളുത്തിക്കൊല്ലുന്നത്. 2 പേരും നിലവിൽ ഒളിവിലാണ്. ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടായ തീപിടുത്തം എന്നുള്ളതായിരുന്നു ആദ്യ പ്രചരണം. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ തീപിടുത്തത്തിൽ ഈ സ്തുതിക്ക് തീയപ്പൊള്ളലേറ്റു, അങ്ങനെ മരിച്ചു എന്നുള്ളതാണ് ഭർത്താവിന്റെ വീട്ടുകാർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു ഷോർട്ട് സർക്യൂട്ടിലുള്ള തീപിടുത്തമാണെങ്കിൽ വീട്ടിലെ മറ്റ് സാധനങ്ങൾക്ക് തീ പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം തന്നെയാണ് സ്തുതിയുടെ വീട്ടുകാരും ഉയർത്തിയത്. അത് തന്നെയാണ് പോലീസിനോട് അവർ ചോദിച്ചത്. इस लड़की का जवान इतना बाहर निकला हुआ, पहले इसका गला दबाया गया होगा या तो तड़प पे मरी होगी। इसको ईंट से तोड़ा गया है, बाहर है, सब सामान बिखरा हुआ। अगर सर शॉर्ट सर्किट से आग लगती भी है, आग लगती भी है तो लड़की क्यों जले? और भी तो सामान घर का जलेगा ना। बगल में बेड है, वहाँ कहीं बोर्ड नहीं दिखता। शॉर्ट सर्किट कहाँ से लगेगा? सिर्फ इसी को लगेगा। സ്ത്രീധനമായി സ്വർണമാല ലഭിക്കാത്തതിനാണ് ഈ ഗർഭിണിയെയും ആ ഭർത്താവിന്റെ മാതാപിതാക്കൾ തീ കൊളുത്തി കൊന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന. പോലീസിന്റെ നിഗമനം അതാണ്. ഏതാണ്ട് 9 മാസം മുമ്പാണ് സ്തുതിയും ഈ ചിന്തുവും വിവാഹിതരാകുന്നത്. അന്ന് സ്ത്രീധനമായി സ്വർണമാല നൽകാമെന്ന് ആ വിവാഹത്തിന്റെ സമയത്ത് ഈ സ്തുതിയുടെ കുടുംബം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവർക്ക് ആ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ പോയി. അങ്ങനെയാണ് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അതൃപ്തി ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് തുടർച്ചയായിട്ടുള്ള പീഡനങ്ങളാണ്. തുടർച്ചയായ പീഡനങ്ങൾ സ്തുതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെന്ന്, നേരിടേണ്ടി വന്നിരുന്നുവെന്ന് ഇവരുടെ വീട്ടുകാർ പോലീസിനോട് പറയുന്നുണ്ട്. ഈ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുൻപ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു സ്തുതിയെ. ആ ക്രൂരമർദ്ദനം ഏറ്റിരുന്നു എന്നുള്ള കാര്യം സ്തുതി സ്വന്തം അച്ഛനെയും അമ്മയെയും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനി കൊലപാതകം നടന്ന ദിവസം സ്തുതിയെ അവർ മർദ്ദിക്കുകയും ദേഹത്ത് എണ്ണയൊഴിച്ച് തീ കൊളുത്തുകയും ആണ് ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്താണെങ്കിലും ഒരു യുവതിയുടെ ജീവൻ നഷ്ടമായി. വിവരമറിഞ്ഞ പോലീസാണ് സ്ഥലത്തെത്തി അവിടെ പരിശോധന നടത്തി. പക്ഷെ അപ്പോഴേക്കും ഈ പ്രതികൾ സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെങ്കിൽ എന്തിനാണ് ആ പ്രതികൾ മുങ്ങിയത്? സ്തുതിയുടെ മൃതദേഹം എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സംഭവത്തിൽ അന്വേഷണം അത് രൂക്ഷമായി ആരംഭിച്ചിട്ടുണ്ട്. നടന്ന പോലീസ് അതിൻ്റെ അന്വേഷണത്തിലാണ്. ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. വഴിയിൽ കിടന്നുറങ്ങിയ ആളെ കഴുത്തറുത്തു കൊന്നു. സോൻഭദ്രയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഒരു കൊലപാതകം.
ഉത്തർപ്രദേശ് സോൻഭദ്രയിലെ പത്രുഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാംഗഡ് മാർക്കറ്റ്, അവിടെയാണ് ഒരു യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി ഉറങ്ങിക്കിടന്ന ആളാണ് അയാൾ. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്, രക്തം വാർന്നൊഴുകിയുള്ള മരണം. ഷഹദാദ സാഹിബ് ഇന്റർ കോളേജിന്റെ ഗേറ്റിന് സമീപത്താണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ആ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ തന്നെ ആ യുവാവ് കമിഴ്ന്നു കിടക്കുന്നു. രാവിലെ പ്രഭാത സവാരിക്കായി നടത്തത്തിനായി ഇറങ്ങിയ ആളുകളാണ് ആദ്യം ഈ മൃതദേഹം കാണുന്നത്. ഇതേ തുടർന്ന് പറഞ്ഞറിഞ്ഞ് കേട്ട് ആ നാട്ടിലെ ജനങ്ങൾ തടിച്ചുകൂടി. ഇദ്ദേഹത്തെ തിരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഇയാൾ മംഗ്രു എന്നാളാണ് മരിച്ചയാളുടെ പേര്. എല്ലാവർക്കും പരിചിതനാണ്, മറ്റൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ രാംഗഡ് ബസാറിലും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെ യാചകനായിട്ട് ഇയാൾ അവിടെ ജീവിക്കുകയായിരുന്നു. മറ്റുള്ളവർ എല്ലാവരും ഇയാൾക്ക് പണമൊക്കെ നൽകി സഹായിക്കാറുമുണ്ട്. അപ്പോൾ അയാളാണ് ആ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചില അസ്ഥിരതയുണ്ടായിരുന്നു ഈ മംഗ്രുവിന്. പലപ്പോഴും ഈ കടകൾക്ക് മുന്നിലോ റോഡിൻ്റെ അരികിലോ ഒക്കെയാണ് ഇയാൾ രാത്രി കഴിഞ്ഞുകൂടുക. അങ്ങനെയാണ് അന്ന് കോളേജ് ഗേറ്റിന് സമീപത്ത് അയാൾ കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം കണ്ടാണ് ആളുകൾ ആകെ ഭയന്ന് വിറങ്ങലിച്ച് ഒപ്പം കൂടിയത്. ഈ ഭയത്തെ തുടർന്ന് ഒരു സംഘർഷ സാധ്യതയും അവിടെ ഉടലെടുത്തു. അതിന് ഒരു കാരണമുണ്ട്, അതിലേക്ക് എത്താം. പോലീസ് എത്തിയാണ് ഈ തടിച്ചുകൂടിയവരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത്. ജനങ്ങളുടെ ഈ ഭയത്തിന്റെ കാരണം എന്താണ്? സമാനമായ രീതിയിൽ 2 സംഭവങ്ങൾ, 2 ആക്രമണങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഈ കഴിഞ്ഞ സമയത്ത് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്ക് ഒരു സംശയം, അത് ബലപ്പെടുകയാണ്, ഒരു സീരിയൽ കില്ലറുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന്. അങ്ങനെയാണ് പ്രദേശവാസികൾ ഈ മൃതദേഹം കണ്ട് ആ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന മംഗ്രുവിൻ്റെ ബോഡി കണ്ട് ആശങ്കയിലായത്. അവർ അത് പോലീസിനോട് ഉന്നയിച്ചു, പക്ഷേ പോലീസ് അത് ശരിവെക്കുന്നില്ല. ऐसा कुछ नहीं है, ये एक सामान्य सी घटना मुझे लगती है। कुछ मुझे ऐसा लगता है जैसे कि कुछ नशेबाजों का ये काम है। हम लोग शीघ्र ही इसका अनावरण करेंगे। तो 2 पहली घटनाएं हुई हैं, तो वो सेम इसी तरह है, उस पर क्या कहेंगे? जांच की जा रही है, की जांच की जा रही है। മുൻപ് ഇത്തരത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകരും ആ എസ് പിയോട് ചോദിച്ചു. പക്ഷേ SP പറയുന്നത് അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ്. എന്താണെങ്കിലും ഒരു സീരിയൽ കില്ലറുടെ സാന്നിധ്യത്തെയാണ് ആ നാട്ടുകാർക്ക് ഭയം. അതുകൊണ്ട് അവർക്കൊരു ആശങ്കയുണ്ട്. സമാനമായ രീതിയിൽ കഴുത്ത് മുറിച്ചായിരുന്നു 2 ആക്രമണങ്ങൾ. അതിൽ ഒരാൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. ഇനി കവർച്ച ലക്ഷ്യമിട്ടുള്ള കൊലപാതകമാണെന്നാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. ഈ മരിച്ചയാളുടെ സമീപത്ത് നിന്ന് ചില വസ്തുക്കളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് വ്യാപാരത്തെക്കുറിച്ചുള്ള സംശയവും ഉയർന്നു വരുന്നു. അതാണ് മറ്റൊരു ആശങ്ക. രാംഗഡിലും ഈ പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്ന് വ്യാപാരം വ്യാപിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹെറോയിനും മറ്റു മയക്കുമരുന്നുകളും പരസ്യമായി അവിടെ വിൽക്കുന്നുണ്ട്. മയക്കുമരുന്നിന് അടിമകളായവരാണ് ഈ മംഗ്രുവിനെ ലക്ഷ്യമിട്ടത് എന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. CCTV പരിശോധിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നു. सुबह सूचना प्राप्त हुई थी कि एक मंगरू नाम का व्यक्ति जो इसी बाजार में जो है घूम फिर कर लोगों से पैसे लेकर के अपना जीवन निर्वाह करता था, उसके ऊपर किसी अज्ञात व्यक्ति ने बीती रात में हमला कर दिया, जिसमें उसकी मृत्यु हो गई है। सुबह हम लोगों ने देखा तो जाहिरा चोटों के तौर पर उसके गले पर चोट का निशान है। प्रकरण के संबंध में चौकीदार से तहरीर प्राप्त कर थाने पर सुसंगत धाराओं में अभियोग पंजीकृत कराया जा रहा है। मृतक का पोस्टमार्टम करवाया जा रहा है और अभियुक्तों की गिरफ्तारी के लिए हम लोग CCTV कैमरे इत्यादि देख रहे हैं। इसके लिए टीमें बनाई गई है। बहुत ही शीघ्र इस मामले का खुलासा किया जाएगा। ഈ മംഗ്രു ഒരു ഭിക്ഷക്കാരനാണ്, യാചകനാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള, അത് മാനസിക അസ്വാസ്ഥ്യം നേരിടുന്ന ഇയാളെ കൊന്നിട്ട് എന്ത് കിട്ടാൻ? അവിടെ എന്ത് മോഷ്ടിക്കാനാണ് ഈ പ്രതികളെത്തിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അരുതാത്തതെന്തോ ഇയാൾ കണ്ടു എന്നുള്ള കാരണത്താലാണോ കൊലപാതകമെന്ന് വ്യക്തമല്ല. എന്താണെങ്കിലും പോലീസ് പറയുന്നത് അതൊരു കവർച്ചാ ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ്. ഒരു യാചകൻ, ഒരു ഭിക്ഷക്കാരൻ, അദ്ദേഹത്തിൽ നിന്ന് എന്ത് മോഷ്ടിക്കാനുണ്ട് എന്നുള്ളതാണ് ആ നാട്ടുകാരുടെ ചോദ്യം. അതിനും വ്യക്തമായ ഉത്തരം പോലീസ് നൽകിയിട്ടില്ല. എല്ലാ വശങ്ങളിൽ നിന്നും, എല്ലാ കോണുകളിൽ നിന്നും ഈ കേസിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്.
സംശയമുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ്. ഉടൻ തന്നെ അത് തെളിയിക്കപ്പെടുമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അവകാശപ്പെടുന്നു. പക്ഷെ അപ്പോഴും ആ നാടിന് ഭയമായി, ഭീതിയായി ആ മംഗളൂരിന്റെ കൊലപാതകം. കാരണം സമാനമായിട്ടുള്ള സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഏത് നാട്ടുകാരും ഭയക്കും, വിറങ്ങലിക്കും. അതാണ് ആ നളന്ദയിലും സംഭവിച്ചത്. ഒരു ഇടവേളയാണ്. 20th അവർ തുടരുകയാണ്. കർണാടകയിലെ പ്രമുഖയായിട്ടുള്ളൊരു നടിയാണ് കാവ്യ ഗൗഡ. കന്നഡ ടെലിവിഷൻ രംഗത്ത് വളരെ സജീവമാണ് കാവ്യ ഗൗഡ. ഈ കാവ്യ ഗൗഡയെ ആക്രമിച്ചു എന്നാണ് പരാതി. 100 പേരുടെ മുന്നിലിട്ട് നിങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണി. കാവ്യയുടെ ഭർത്താവിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കന്നഡ ടെലിവിഷൻ താരം കാവ്യ ഗൗഡയും ഭർത്താവ് സോമശേഖരനെയുമാണ് വീട്ടിൽ കയറി ആക്രമിച്ചു എന്നുള്ള പരാതി ഉയർന്നത്. ചൊവ്വാഴ്ചയാണ് സംഭവം. ബംഗളൂരുവിലെ രാമമൂർത്തി നഗറിലുള്ള വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതികൾ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി ദമ്പതികളെ അസഭ്യം പറയുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ സോമശേഖരന് കത്തികൊണ്ടുള്ള കുത്തേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാവ്യയും ഭർത്താവും നിലവിൽ ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അവസ്ഥയിലാണ്. ഈ നടിയുടെ സഹോദരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തനിക്കു നേരെ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമ ഭീഷണിയും വധഭീഷണിയും ഉണ്ടായി എന്നാണ് കാവ്യ ഗൗഡ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. രവികുമാർ എന്ന് പറയുന്നയാൾ തന്റെ കഴുത്തിന് കയറി പിടിക്കുകയും 100 പേരുടെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യും എന്നുള്ള തരത്തിൽ ഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നും ಶಾರೀರಿಕವಾಗಿ ಉಪದ್ರವಿക്കുകയും ചെയ്തുവെന്നും അവർ ಪರಾದಿಯಲ್ಲಿ ಆರೋಪಿಸಿದರು. FIR ಆಗಿದೆ. ಸೊ ಕಾನೂನು ಪ್ರಕಾರ ಅವ್ರು ಏನು ತಗೋಬೇಕೋ ಅವ್ರು ತಗೊಂತಾರೆ. ಯಾರು ಎಷ್ಟೇ ಜನ ಏನೇ ಮಾತಾಡಿದ್ರು ನನಗೆ ಯಾವುದಕ್ಕೂ ಭಯ ಇಲ್ಲ. ಯಾಕಂದರೆ ನನಗೆ ನಂಬಿಕೆ ಇದೆ ಕಾನೂನು ನನ್ನ ಪರ ಬರುತ್ತೆ ಅಂತ. ಸೊ 18 ವರ್ಷದಿಂದ ಇಂಡಿಪೆಂಡೆಂಟ್ ಆಗಿ ದುಡಿತಾರೋ ಹುಡುಗಿ ನಾನು. ಐ ಡೋಂಟ್ ಕೇರ್. ಇದಕ್ಕೆಲ್ಲ ನಾನು ತಲೆ ಕೆಡಿಸ್ಕೊಳ್ಳಲ್ಲ. ಹೇಳೋರು 1000 ಜನ ಹೇಳ್ತಾರೆ. ನಾವು ಹೇಗೆ ತೊಗೊಂಡು ಹೋಗ್ತೀವಿ ಅನ್ನೋದು ತುಂಬ ಮುಖ್ಯ ಇದೆ. ನನ್ನ ಜೀವನ ನನಗೆ ಗೊತ್ತು, ನಾನು ಹೇಗೆ ನಡೆಸಬೇಕು ಅಂತ. ಇಲ್ಲಿ ಯಾರಿಗೋಸ್ಕರನೂ ಭಯಪಡ್ತಿಲ್ಲ. ഒരേ വീട്ടിൽ താമസിക്കുന്ന 2 സഹോദരന്മാരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് യഥാർത്ഥ വിവരം. ആക്രമണം, ക്രിമിനൽ ഭീഷണി, ലൈംഗിക അതിക്രമം, കൊലപാതക ശ്രമം എന്നീ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രവികുമാർ, പ്രേമ, നന്ദിഷ്, പ്രിയ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി കാവ്യയ്ക്കും ഭർത്താവിനുമെതിരെ അവർ കൗണ്ടർ കേസും കൊടുത്തിട്ടുണ്ട്. ഈ പ്രേമ, അതായത് കാവ്യയുടെ പരാതിയിൽ കേസെടുത്ത പ്രേമി പറയുന്നത് കേൾക്കുക. അവിടെ തങ്ങളും സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. ഈ കാവ്യ എന്തൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങളാണ് നേരിട്ടതെന്നാണ് പ്രേമ പറയുന്നത്. ಡ್ರೆಸ್ ಎಲ್ಲ ಹೇಳ್ದಾಕಿ ನೀನು ಕೊಲೆ ಮಾಡ್ತೀನಿ, ರೇಪ್ ಮಾಡ್ತೀನಿ ಅಂತೆಲ್ಲ ಮಾತಾಡಿದ್ದಾರೆ. ಅದೇ ಮಾತುಗಳನ್ನು ನಮ್ಮ ಮೇಲೆ ರಿವರ್ಸ್ ಈಗ ಅಕ್ಯೂಸ್ ಮಾಡ್ತಿದ್ದಾರೆ, ನಮಗೆ ಹೇಳ್ತಿದ್ದಾರೆ ಅವರು ಅದೇ ಮಾತುಗಳನ್ನು. ಬಟ್ ಅವ್ರು ಮಾಡಿರೋ ಅಂಥ ಸ್ಟೇಟ್ಮೆಂಟ್ ಸರ್ ಅದು ಆ ವಿಡಿಯೋನಲ್ಲಿ ನೀವು ನೋಡ್ಬೋದು ಅವ್ರು ಯಾವ ರೀತಿ ಬಿಹೇವ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ. ಸೊ ಬೇಸಿಕಲಿ ಕಾವ್ಯ ಗೌಡ ಅವ್ರಿಗೆ ಮನೆ ಬೇಕು. ಆ ಮನೆಗೋಸ್ಕರ ನಮ್ಮಿಬ್ಬರನ್ನ ಹೆಂಗಾದರೂ ಮಾಡಿ ಹೊರಗಡೆ ಹಾಕಬೇಕು ಅನ್ನೋ ಒಂದೇ ಒಂದು ಕಾರಣಕ್ಕೆ ಈ ಥರ ಕಿರಿಕ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ತುಂಬ ಕಿರಿಕ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಸರ್, ಮೊದಲಿಂದನೂ ಮಾಡ್ತಿದ್ದಾರೆ. ಬಟ್ ಇದನ್ನೆಲ್ಲ ನಾವು ನಮ್ಮ ಮಾವನವರ ಗಮನಕ್ಕೆ ತಂದಿದ್ವಿ, ಈ ರೀತಿ ಆಗ್ತಾ ಇದೆ, ಸ್ವಲ್ಪ ನೋಡಿ ಅಂತ. ಪ್ರತಿ ಸರಿ ಅವ್ರ ಹತ್ರ ಹೋದಾಗೂ ನನಗೆ ಬುದ್ಧಿ ಮಾತು ಹೇಳಿ ಕಳಿಸಿದ್ರು. ಬಿಡಮ್ಮ ಹೋಗಲಿ, ಅವರೇನೋ ಮಾಡ್ತಾರೆ, ತಲೆ ಕೆಡ್ಸ್ಕೊಬೇಡ, ನೀನು ನಮ್ಮ ಹುಡುಗಿ. ಅವರೇ ನೋಡಿ ಇಷ್ಟಪಟ್ಟು ಮಾಡ್ಕೊಂಬಂದಿರೋದು ಸರ್ ನಮ್ಮನ್ನು. 2 ವರ್ಷ ಕಾದು ಮಾಡ್ಕೊಂಬಂದರು. ಅವ್ರನ್ನ ಕಾದ್ಕೊಂಡು ಇವರೇ ಬೇಕು ಅಂತ ಮಾಡ್ಕೊಂಡು ಹೋಗಿರೋದು ನಮ್ಮನ್ನು. ಸಂಬಂಧದಲ್ಲೇ ನಾವು ಮದುವೆ ಆಗಿರೋದು. ಸೊ ಆಗಿರಬೇಕಾದ್ರೆ ಅವ್ರು ಏನು ಹೇಳಿದ್ರು ನಾನು ಅದಕ್ಕೆ ಕೇಳಲೇಬೇಕು, ತಲೆ ಬಾಗಲೇಬೇಕು. ಅವ್ರು ಹೇಳಿದ ಮಾತು ನಾನು ಕೇಳಲೇಬೇಕು.
ಸೊ ಪ್ರತಿ ಸರಿ ನಾನು ಅವ್ರ ಹತ್ರ ಹೋದಾಗೂ ಸಮಾಧಾನಮ್ಮ, ತಾಳ್ಮೆ 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 ತಾಳ್ಮೆ. ಬಟ್ ಆ ತಾಳ್ಮೆ ಇವತ್ತು ಇಷ್ಟು ಲಿಮಿಟ್ ಮೀರೋ ಹಂಗೆ ಅವರು ವರ್ತಿಸಿದ್ದಾರೆ. ನಾವು ಮನೆಯಲ್ಲಿ ಕುತ್ಕೊಂಡು ಊಟ ಮಾಡ್ತಾ ಇದ್ವಿ. ನಮ್ಮ ಮನೆಯಲ್ಲಿ ಹೇಗಿದೆ ಅಂದರೆ ದೊಡ್ಡ ಮನೆ ಸರ್, ಒಬ್ರಿಗೊಬ್ರು ಕಾಣೋದೇ ಇಲ್ಲ, ನೆಮ್ಮದಿಯಾಗಿ ಬದುಕ್ಬೋದು ಎಲ್ಲರೂ. ಬಟ್ ಅವರಿಗೆ ನಾವು ಆ മനയിൽ ഇരതേ ഇഷ്ടമില്ല. കാവ്യയും സോമശേഖറും തങ്ങളുടെ 2 വയസ്സുള്ള കുഞ്ഞിനൊപ്പമാണ് താമസിക്കുന്നത്. ഈ കുട്ടിയെ പരിചരിക്കാൻ സുമ എന്ന വീട്ടുവേലക്കാരിയെ ഇവർ ഏർപ്പാടാക്കിയിരുന്നു. ഈ ജോലിക്കാരിയെ സ്ഥിരമായി മോഷ്ടാവ് എന്നാരോപിച്ച് ഈ പ്രേമിയും നന്ദിഷ് കുമാറും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ കുറ്റപ്പെടുത്തുമെന്നുള്ളതാണ് കാവ്യ പറയുന്നത്. ഈ 2 ദിവസം മുമ്പ് പ്രേമ വീട്ടുജോലിക്കാരിയെ മോഷ്ടാവ് എന്ന് വീണ്ടും വിളിക്കുകയും ചെയ്തു. കാവ്യയുടെ കുട്ടിയുടെ കവളിൽ അടിക്കുകയും ചെയ്തു എന്ന് പരാതിയുണ്ട്. ഇത് ചോദ്യം ചെയ്ത നടിയെ അപമാനിക്കുന്ന തരത്തിൽ ഈ ബന്ധുക്കൾ അധിക്ഷേപിച്ചു എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. കാവ്യയെ പ്രിയ മർദ്ദിച്ചപ്പോൾ രവികുമാർ സോമശേഖരനെ ആദ്യം വടികൊണ്ടും പിന്നീട് കത്തികൊണ്ടും ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നു. സംഭവ സ്ഥലത്തെത്തിയ നടിയുടെ സഹോദരി ഭവ്യയെയും രവികുമാർ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നുണ്ട്. ഭവ്യയുടെ വാക്കുകളിലേക്ക് കൂടി. ಅವ್ರು ಯಾರಂತಾನೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್, ಯಾರಂತಾನೆ ಗೊತ್ತಿಲ್ಲ. ಸಡನ್ ಆಗಿ ಬಂದು ಹೊಡಿಯಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದಾರೆ. ಯಾರಂತಾನೆ ಗೊತ್ತಿಲ್ಲ. ನಿಮ್ಮ ಸಿಸ್ಟರ್ ಹೊಡಿಯಕ್ಕೆ ಹೋದಾಗ ನೀವು ಅವ್ರು ಆಲ್ರೆಡಿ ಹೊಡೆದಿದ್ದಾರೆ. ನೀವು ಕೇಳೋದಕ್ಕೆ ಹೌದು, ಯಾಕೆ ಹೊಡಿತಿದ್ದಾರೆ? ಅಲ್ಲಿ ಆಲ್ರೆಡಿ ಒಂದು ಡೈಲಮಾ ನಡೀತಾ ಇದೆ. ಸಡನ್ ಆಗಿ ನಾವು ಹೋದಾಗ ನಾವು ಹೋಗಿದ್ದು ಇಮಿಡಿಯೇಟ್ ನಮ್ಮ ಮೇಲೆ ಅಟ್ಯಾಕ್ ಆಗುತ್ತೆ ಸರ್. ಇದು ಅಲ್ಲಿ ಕೈಯಲ್ಲೇ ಆಕ್ಚುಲಿ ಬಂದು ಇಲ್ಲೇ ಹಿಡ್ಕೊಂಡಿದ್ದು. ಇಬ್ಬರೂ ಅಷ್ಟೇ ಇಲ್ಲೇ ಹಿಡ್ಕೊಂಡು ಹೊಡಿಯಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದು. എന്നാൽ 2 ഭാഗത്തു നിന്നുള്ള പരാതികളുണ്ട്. ഈ 2 പരാതികളും പോലീസ് പരിശോധിച്ചു വരികയാണ്. നടിക്കെതിരായിട്ടുള്ള ഈ വെല്ലുവിളി, അധിക്ഷേപിക്കുമെന്നുള്ള ഭീഷണി, ഇതൊക്കെ ഗൗരവത്തോടു തന്നെ കാണുന്നുണ്ട് പോലീസ്. പക്ഷേ അതേസമയത്ത് തന്നെ നടിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്ന മറ്റൊരു വശം. ഇന്നത്തെ 20th അവരുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.